പ്രിയപ്പെട്ടവരെ, ലോകം കേരളത്തിലേക്ക് വരുന്നു എന്നാണ് കേരള സർക്കാരിന്റെയും കേരള സമൂഹത്തിന്റെയും പ്രതീക്ഷ. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്ലോബൽ കേരള ഇൻവെസ്റ്റ് കേരള മീറ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്നും. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവടക്കം മുഖ്യമന്ത്രി അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. 26 രാജ്യങ്ങളിൽ നിന്നായുള്ള പ്രതിനിധികളുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് കേരള മീറ്റിനെ കാണുന്നത്. എന്താണ് തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ? അരുൺകുമാർ, കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഉച്ചകോടിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. ഏതാണ്ട് 3000-ഓളം പ്രതിനിധികളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. വിദേശ പ്രതിനിധികളടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയാണ്. ഏതാണ്ട് 30ഓളം സെഷനുകളുണ്ട്. ഇതിൽ വിവിധ വ്യവസായ സാധ്യതകൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ തന്നെ ഈ അവതരിപ്പിക്കും. അതിൽ പരമാവധി ഇത്തരത്തിൽ ഈ വ്യവസായങ്ങളൊക്കെ തന്നെ, ഇത്തരം നിക്ഷേപങ്ങളൊക്കെ തന്നെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് വ്യവസായ മന്ത്രി അടക്കം പങ്കുവെക്കുന്നത്. എന്തായാലും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയാണ്. നേരത്തെ തന്നെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ടോപ്പ് അച്ചീവർ അംഗീകാരം നേടാനുള്ള പ്രധാന നീക്കം കൂടിയാണ് ഈ ഉച്ചകോടി. മാത്രവുമല്ല, ഇത്തവണയും ഇത്തരത്തിൽ ആ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വ്യവസായ വകുപ്പ് ഉള്ളത്. എന്തായാലും കൊച്ചിയിലാണ് ഇത്തരമൊരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. നിരവധി 6 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. UAE ധനമന്ത്രി, ബഹ്റിൻ വ്യവസായ മന്ത്രി ഒക്കെ തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ സാധ്യതകളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടുള്ള, അത്തരം നിക്ഷേപ സാധ്യതകളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടുള്ള സാഹചര്യങ്ങളായിരിക്കും ഈ ഉച്ചകോടിയിൽ പരിശോധിക്കുക. ഇതിൽ നേരിട്ട് ധാരണാപത്രം ഒപ്പിടുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ താല്പര്യപത്രങ്ങൾ അടക്കം സ്വീകരിക്കും. അതിനുശേഷം അതിൽ ഇതൊരു ഘട്ടം മാത്രമാണ് എന്നാണ് വ്യവസായ മന്ത്രി പറഞ്ഞത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു താല്പര്യപത്രങ്ങളും മറ്റും ക്ഷണിക്കും. അതിനുശേഷം അതിനനുസരിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് വ്യവസായ മന്ത്രി അടക്കം പങ്കുവെക്കുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഈ ഉച്ചകോടിയിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് ആകർഷിക്കുക, കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധികളൊക്കെ തന്നെ എത്തിച്ചേർന്നു കഴിഞ്ഞു. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉച്ചകോടിക്ക് തുടക്കമാകും. അരുൺകുമാർ, സംരംഭക വർഷം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ലോകം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കേരളത്തെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. 3000-ഓളം പേരാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. 5000-ൽ തന്നെ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. 26ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധിമാരും വിവിധ കമ്പനികളുടെ സിഇഒമാരെ പ്രതിനിധീകരിച്ചെത്തുന്നവരും ചേർന്നാണ് ഈ ഇൻവെസ്റ്റ് കേരള മീറ്റിൽ ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുകയും ഒപ്പം തന്നെ നിക്ഷേപ സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കൂടി എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും എത്തിയിട്ടുണ്ട് വേദിയിൽ. അല്പസമയത്തിനും ചടങ്ങുകൾ ആരംഭിക്കും. കേരളത്തിന്റെ വികസനത്തെ ഷോക്കേസ് ചെയ്യാൻ, കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാൻ, കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ മീറ്റ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വ്യവസായ വകുപ്പ് മന്ത്രി, യൂണിയൻ മന്ത്രിക്കൊപ്പം ഇപ്പോൾ വേദിയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് കേരള മീറ്റിന് തുടക്കമാവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകം കേരളത്തിലേക്ക് ഇനി കൺതുറക്കണം. കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. ഏറ്റവും മികച്ച കാലാവസ്ഥയുള്ള, ഏറ്റവും മികച്ച മനുഷ്യവിഭവശേഷിയുള്ള, ടാലന്റ് പൂളുള്ള, ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളുള്ള കേരളത്തിൽ ഇനി വ്യവസായത്തിനും സംരംഭങ്ങൾക്കും സർക്കാരിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളുടെയോ നിലപാടുകൾ തടസ്സമാവില്ല. എല്ലാം പൂർണ്ണമായും നിക്ഷേപ സൗഹൃദമാക്കാൻ വേണ്ടി സർക്കാർ അകമഴിഞ്ഞ് കൈ അയച്ച് സഹായിക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ കൂടി പൂർണ്ണ പിന്തുണയുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇൻവെസ്റ്റ് കേരള മീറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഹയാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി കൂടി ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ട്രേഡ് കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. പ്രമുഖരെല്ലാവരും തന്നെ 26 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖന്മാരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളം ഉറ്റുനോക്കുന്നത്.
വിവിധ വ്യവസായ സംഘടനകളുടെ സഹകരണത്തോടുകൂടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസും ലോജിസ്റ്റിക്സും മാരിടൈം ആൻഡ് പാക്കേജിംഗും ഫാർമ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഉണ്ടാവുക. വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി എന്നിവർ കേന്ദ്ര മന്ത്രിമാരായി ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയാണ്. ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ട് ചേരും അല്പസമയത്തിനുള്ളിൽ. വ്യവസായ കയർ നിയമമന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടക്കുക. മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമുണ്ട് എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇൻവെസ്റ്റ് കേരള മീറ്റിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദമായ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ഈ ഇൻവെസ്റ്റ് കേരള മീറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, നേരത്തെ മന്ത്രി പറഞ്ഞത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത് കേരളം കുതിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആത്മവിശ്വാസമാണ് നമ്മളിപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചകമാണ് വിവിധ വിഷയങ്ങളിലായി ഇപ്പോൾ സംഘടിപ്പിക്കുന്ന ഈ വിവിധ സെഷനുകളിലായി സംഘടിപ്പിക്കുന്ന ഈ നിക്ഷേപ സംഗമത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേന്ദ്രവും സംസ്ഥാനവും ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർത്തുകൊണ്ടാണ് കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നതല്ലേ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, അതുതന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാർ, പ്രതിപക്ഷവും വ്യവസായികളും അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യവസായികളൊക്കെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ നിക്ഷേപ സംഗമമാണ് ഇവിടെ നടത്തുന്നത്. എന്തായാലും വിവിധ സെഷനുകളുണ്ട്. AI, തുറമുഖ, പരമ്പരാഗത സുസ്ഥിര വികസനം, അതോടൊപ്പം തന്നെ സമുദ്രോൽപാദനം, ഓട്ടോമോട്ടീവ്, റബ്ബർ, IT, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിലെ സംരംഭക സാധ്യതകളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരമൊരു വലിയ നിക്ഷേപ സംഗമം തന്നെയാണ്, അത്തരം നിക്ഷേപകരുടെ സംഗമം തന്നെയാണ് ഈ പരിപാടി. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൽ വിവിധ സെഷനുകളിൽ പരമാവധി സാധ്യതകൾ, സാഹചര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷം ഇത്തരത്തിൽ ഈ വ്യവസായികൾക്ക് തന്നെ ഇവിടെ നിക്ഷേപം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കും. അത്തരത്തിൽ അനുകൂലമായ സാഹചര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വ്യവസായ വകുപ്പിൻ്റെ തീരുമാനം. അതിനുവേണ്ടി ഇത്തരത്തിൽ മറ്റ് സാങ്കേതികമായ നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഉച്ചകോടിക്കുണ്ട്. അത്തരത്തിൽ ഈ ഒരു ഉച്ചകോടി ഒരു നിർണായകമാകാൻ ഏറെ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഉച്ചകോടിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകളുള്ള സംരംഭങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിലൊരു വലിയ കരാറിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള താല്പര്യപത്രങ്ങളും മറ്റും ക്ഷണിച്ചുകൊണ്ട് അതിനുശേഷം ധാരണാപത്രത്തിലേക്ക് കടക്കുന്ന ചർച്ചകളിലേക്ക് പോവുകയാണ് ലക്ഷ്യം. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു ചർച്ചയാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പരമാവധി സാധ്യതകൾ, പ്രതിസന്ധികളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു ധാരണാപത്രത്തിലേക്കും മറ്റും പോവുക. എന്തായാലും പരമാവധി സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുക, പരമാവധി നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രധാനപ്പെട്ട വ്യവസായികളൊക്കെ തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിക്ഷേപകർ, വ്യവസായികളൊക്കെ തന്നെ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് കേരളത്തിലെ സാധ്യതകൾ, അതോടൊപ്പം തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ, വെല്ലുവിളികളൊക്കെ തന്നെ ഈ ഒരു ഉച്ചകോടിയിൽ അവർക്ക് ചർച്ച ചെയ്യാം. ഇത്തരത്തിൽ ഓരോ മേഖല തിരിച്ച് ഏതൊക്കെയാണ് കേരളത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് നോക്കിക്കൊണ്ട് ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കും. ആ ചർച്ചകൾക്ക് ശേഷം ഈ നിക്ഷേപകരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള ചർച്ചകളുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ താല്പര്യപത്രങ്ങളടക്കം സ്വീകരിക്കുക. ശരി, നമുക്ക് തിരിച്ചു വരാം. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി കേരളം ലോകത്തിനെ കാട്ടിക്കൊടുക്കുകയാണ്. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ അനന്തമാണ്. നമ്മുടെ സാധ്യതകൾ ഈ കൊച്ചു കേരളത്തിന് വളരാൻ ഇനിയും ഒരുപാട് സാധ്യതകൾ ബാക്കി നിൽക്കുന്നു. നമ്മുടെ ടാലന്റ് പൂൾ, നമ്മുടെ കാലാവസ്ഥ, നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറുകയാണ്. യൂറോപ്യൻ നിലയിൽ ഒരു നിക്ഷേപ സൗഹൃദമായ സംസ്ഥാനമായി കേരളം മാറുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. ഒരു കുഞ്ഞിടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ഉടൻ മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.